ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് കഴിഞ്ഞ ആഴ്ചത്തെ റിലീസുകളാണ്. ആഗസ്റ്റ് മാസം 26 മുതൽ ഇന്ന് വരെ സെപ്റ്റംബർ മാസം 1 വരെ റിലീസ് ചെയ്തിരിക്കുന്ന OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് കംപ്ലീറ്റ് ലിസ്റ്റാണ്. ഏകദേശം 37ഓളം റിലീസുകളാണ് കഴിഞ്ഞ ഒരാഴ്ച OTT റിലീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ ഒരു ആക്ഷൻ വാർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ലാൻഡ് ഓഫ് ബാഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് മലയാളത്തിൽ റിലീസ് ചെയ്ത ഒരു കോമഡി മൂവിയായിരുന്നു. കൃഷ്ണശങ്കർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത പട്ടാപ്പകൽ എന്ന് പറഞ്ഞ സിനിമ. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി സീരീസ് ആണ്, ഒരു ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. മുർഷിദ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഈ ഒരു സീരീസ് C5 വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഹിന്ദി ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്ത സിനിമ ഒരു ഹിന്ദി സിനിമ തന്നെയാണ്. മുഞ്ചിയ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഹിന്ദി മൂവിയാണ്. Disney+ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. ഒരു ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സ്ത്രീ യൂണിവേഴ്സിലെ ഒരു സിനിമ കൂടിയാണ്. സ്ത്രീ 2 ഇപ്പോൾ തിയേറ്ററിൽ നല്ല എന്താ പറയുക, നല്ല കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു യൂണിവേഴ്സിൽപ്പെടുന്ന ഒരു ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് മൂഞ്ചിയ എന്ന് പറഞ്ഞ സിനിമ. Disney+ ഹോട്ട്സ്റ്റാർ വഴി ഈ സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്ത ഒരു ഹൊറർ സ്ലാഷർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. അബിഗെയിൽ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലായിട്ട് ജിയോ സിനിമ വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ കില്ലർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി ഭാഷയിലും ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ജിയോ സിനിമയിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഫ്ലൈ മീ ടു ദ മൂൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ C+ലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു കന്നഡ മൂവിയാണ്. ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. 1921 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ആമസോൺ പ്രൈമിലാണ് കന്നഡ ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡാഡിയോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ടാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കോമഡി റൊമാൻറ്റിക് ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ഹണിമൂൺ എക്സ്പ്രസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. സംവൺ ലൈക്ക് യു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഗോഡ്സില്ല എക്സ് കോങ് ദ ന്യൂ എംപയർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ആക്ഷൻ, സയൻസ് ഫിക്ഷൻ, അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ സിനിമ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് ജിയോ സിനിമ വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അടുത്തൊരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. IC814 ദ കാണ്ടഹാർ ഐജാക്ക് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴി ഈ ഒരു സീരീസ് ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു കോമഡി ഡ്രാമ സയൻസ് ഫിക്ഷൻ ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. കാവോസ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. മിഡാസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. യൂട്യൂബിലും ഐറ്റ്യൂൺസിലായിട്ടാണ് ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഡ്രാമ റൊമാൻറ്റിക് ആക്ഷൻ കോമഡി ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന ഒരു തായ് മൂവിയാണ്. ലവ് യു ടു ഡെപ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ തായ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷയിൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു തെലുങ്ക് റൊമാൻറ്റിക് ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. പുരുഷോത്തമഡു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തത് ഷെയ്ഡ്സ് ഓഫ് ബേബി പിങ്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ETV വിൻ വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ആനിമേഷൻ സയൻസ് ഫിക്ഷൻ ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. ടെർമിനേറ്റർ 0 എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു സീരീസ് തന്നെയാണ്, ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. ദ ലോർഡ് ഓഫ് ദ റിങ്സ് ഓഫ് പവർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. രണ്ടാമത്തെ സീസണാണ്. ഒരു ആക്ഷൻ, അഡ്വഞ്ചർ, സയൻസ് ഫിക്ഷൻ ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. മ്യൂസിക് ഷോപ്പ് മൂർത്തി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയുടെ മറ്റു ഡബ്ഡ് വേർഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. തെലുങ്ക് കൂടാതെ മലയാളം, തമിഴ് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. മ്യൂസിക് ഷോപ്പ് മൂർത്തി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അടുത്തത് മലയാളത്തിൽ റിലീസ് ചെയ്ത ഒരു സിനിമയാണ്. ഒരു സർപ്രൈസായി റിലീസ് ചെയ്ത സിനിമയായിരുന്നു. ധ്യാൻ ശ്രീനിവാസന്റെ ചീന ട്രോഫി എന്ന് പറഞ്ഞ സിനിമ ആമസോൺ പ്രൈമിൽ റെഡ് ഓപ്ഷനിൽ അവൈലബിൾ ആണ്. അടുത്തത് ബഡ്ഡി എന്ന് പറഞ്ഞൊരു സയൻസ് ഫിക്ഷൻ ഒരു എന്താ പറയുക, ഒരു ഹൊറർ സയൻസ് ഫിക്ഷൻ കോമഡി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ബഡ്ഡി എന്ന് പറഞ്ഞ സിനിമ തെലുങ്ക് സിനിമയായിരുന്നു. തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഈ സിനിമ ടെഡ്ഡി എന്ന് പേരുള്ള
ആര്യ പ്രധാന വേഷം കൈകാര്യം ചെയ്ത തമിഴ് സിനിമയുടെ റീമേക്ക് കൂടിയാണ്. ശിവം ബജ്ജ എന്നാണ് സിനിമയുടെ അടുത്തത്. തെലുങ്ക് മൂവിയാണ്. ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. തെലുങ്ക് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു സീരീസാണ്, ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. കാഡറ്റ്സ് ആണ് സീരീസിൻ്റെ പേര് വരുന്നത്. ജിയോ സിനിമ വഴി ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. ബാഡ് ന്യൂസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇത് സർപ്രൈസ് ആയിട്ട് ആമസോൺ പ്രൈമിൽ റെന്റ് ഓപ്ഷനിൽ റിലീസ് ചെയ്ത സിനിമയാണ്. ഒരു കോമഡി റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയായിരുന്നു ബാഡ് ന്യൂസ് എന്ന ഈ ഒരു സിനിമ. ഓക്കെ, അപ്പോൾ ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അടുത്തത് ഡബിൾ ടക്കർ എന്ന് പറഞ്ഞൊരു ഫാൻറ്റസി കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. തമിഴ് ഭാഷയിൽ ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ. അടുത്തൊരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. കൈൻഡ്സ് ഓഫ് കൈൻഡ്നെസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. രംഗനായക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5 വഴിയാണ് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. കന്നഡ ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തത് സ്കാം 1770 എന്ന് പറഞ്ഞ സിനിമയാണ്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന കന്നഡ മൂവിയാണ്. ആമസോൺ പ്രൈമിൽ കന്നഡ ഭാഷയിൽ മാത്രമായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഡെലിവറൻസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ദ ഡെലിവറൻസ് ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. സാരംഗധാരിയ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴി തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ടാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ടെൻറ്റ് ക്വാർട്ടർ വഴി റിലീസ് ചെയ്ത യോഗി ബാബു പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ബോട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഇന്ത്യക്ക് പുറത്ത് റിലീസ് ചെയ്ത ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ബോർഡർലാൻഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ റെന്റ് ഓപ്ഷനിൽ ഔട്ട് ഓഫ് ഇന്ത്യയിലായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അടുത്തൊരു തമിഴ് മൂവിയാണ്. കൗണ്ടം പാളയം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. യൂട്യൂബിലാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സിനിമ. അടുത്ത മലയാളത്തിലുള്ള റിലീസാണ്. പുലിയാട്ടം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ കുറേ അവാർഡുകളൊക്കെ വാരിക്കൂട്ടിയ സിനിമയാണ്. 2023 തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു. ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ റെന്റ് ഓപ്ഷനിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളുമാണ് ആഗസ്റ്റ് മാസം 26-ാം തീയതി മുതൽ സെപ്റ്റംബർ മാസം 1-ാം തീയതി വരെ റിലീസ് ചെയ്തതായിട്ടുള്ളത്. 36ഓളം റിലീസുകളാണ് ഉള്ളത്. 37ഓളം റിലീസുകളാണുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. പ്രധാനപ്പെട്ട റിലീസുകളൊന്നും വന്നിട്ടില്ല ഈ ഒരാഴ്ച എന്നുള്ളതാണ്. അടുത്ത ആഴ്ച കുറച്ച് സിനിമകൾ, പ്രധാനപ്പെട്ട കുറച്ച് സിനിമകൾ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും വെയിറ്റ് ചെയ്യാൻ. ചിലപ്പോൾ വേറെയും റിലീസുകൾ നെക്സ്റ്റ് വീക്ക് വേറെ റിലീസുകൾ ഉണ്ടാവും. ഓണം ഒക്കെ അല്ലേ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെതായ റിലീസുകളൊക്കെ അടുത്ത ആഴ്ചകളിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.